Hello my dears, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഓഫീസിലേക്ക് ഞാൻ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും കൊടുത്തു വിട്ടേക്കുന്ന 4 ഐറ്റത്തിന്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ റെസിപ്പി എന്ന് പറയുന്നത് അക്ക മസൂർ ദാൽ അല്ലെങ്കിൽ ബ്ലാക്ക് മസൂർ ദാൽ കറിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മുടെ ചുവന്ന പരിപ്പില്ലേ, സ്പ്ലിറ്റ് ആയിട്ട് കിട്ടുന്നത്, നമ്മൾ പരിപ്പറിക്കൊക്കെ ഉപയോഗിക്കുന്ന അത് തന്നെയാണ് സംഭവം. പക്ഷെ അതിൻ്റെ ഹോൾ പരിപ്പാണെന്ന് മാത്രം. സോ നമുക്ക് കടയിൽ ഇങ്ങനെ ബ്ലാക്ക് മസൂർ ദാൽ എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. നമുക്കിവിടെ ഓൺലൈനിലായാലും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമേ. അതിൽ നിന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴുകിയിട്ട് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ വിസിൽ ചിലപ്പോൾ ഒരു വിസിൽ എക്സ്ട്രാ അടുപ്പിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകിയ ദാൽ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പേസ്റ്റിന് പകരം ഇഞ്ചി വെളുത്തുള്ളി അല്ലാതെ തന്നെ ചേർക്കുകയും ചെയ്യാം. ഇത് കറിയിലേക്ക് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് അതിലേക്കും ചേർക്കാം കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ബേ ലീഫ്, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, പിന്നെ 1 കാർഡമം, ബ്ലാക്ക് കാർഡമം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൽ അതില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് അടച്ച് വെച്ച് മിനിമം 3 വിസിലെങ്കിലും ഒന്ന് അടുപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ. നിങ്ങൾ കുതിർക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 വിസിൽ മതിയാവും. കുതിർക്കാതെയാണ് വെക്കുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എന്നിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നോട് ഇന്നലെ കമൻറ്റിൽ ഇന്നലെയാണെന്ന് തോന്നുന്നു എന്നോട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോഴും ജീരകം ഒരുപാട് ചേർക്കാറുണ്ട്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്തിട്ടാണ് അവർ ജീരകം ചേർക്കാതെയാണ് എല്ലാ റെസിപ്പീസും ട്രൈ ചെയ്യാറെന്ന്. എന്താ ചെയ്യേണ്ടത്, നമ്മൾ കൂടുതൽ നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ജീരകം ചേർക്കുന്നത്. ഈവൻ ഇതും ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടോ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ജീരകം ചേർത്താലേ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. തക്കാളി അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വരണം. നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തും ചേർത്ത് കൊടുക്കാം കേട്ടോ. പേസ്റ്റായിട്ടോ അല്ലാതെയും ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവേ, അതായത് വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ. ഇനി ഇതിലോട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അത്രയും ചേർക്കാം. അതായത് നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. അതല്ല കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാൽ ഇത് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക. പിന്നെ ഈ കറി ഇരിക്കുന്തോറും കുറുകും, അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളച്ച് വരണം. നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസൂർ മേത്തി ഇട്ട് കൊടുക്കാം. അതായത് സ്റ്റൗ ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കസൂർ മേത്തി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ജസ്റ്റ് കയ്യിലൊന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ നന്നായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റിൽ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അഥവാ നിങ്ങൾ ചോറ് കഴിക്കുന്ന സമയത്താണെങ്കിൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ബെസ്റ്റ് കോംബോ ആണ്. ചപ്പാത്തിക്കാവട്ടെ പൂരിക്കാവട്ടെ ഇതിനെല്ലാം നല്ല കോംബോ ആണ്. അപ്പോൾ ഇതിന് മുമ്പ് നിങ്ങൾ ഇത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തായിട്ട് കാണാൻ പോകുന്നത് അസ്പാരഗസ് ഫ്രൈ ആണ് കേട്ടോ. ഇത് വളരെ റെയറായിട്ട് നമുക്കിവിടെ കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഇവിടെ പ്രത്യേകിച്ച് കടകളിൽ വളരെ റെയറാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബാസ്ക്കറ്റ് പോലത്തെ ഓൺലൈൻ സൈറ്റിലൊക്കെ കിട്ടാറുണ്ട്, എന്നാലും അത്ര ഫ്രഷ് ഒന്നുമല്ല. ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇത് അത്ര ഫ്രഷ് ഒന്നും അല്ല കേട്ടോ. ഞാനിത് ബിഗ് ബാസ്ക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ചെറിയ എന്തൊരു ഓഫർ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ നല്ല സാധനം നമ്മൾ കടകളിലൊക്കെ കാണാറുണ്ട്, വല്ലപ്പോഴും വളരെ റെയറായിട്ട് കടകളിലൊക്കെ കാണാറുണ്ട്. എന്താ മേടിക്കാമെന്ന് വെച്ചാലോ നല്ല പൈസ ആയിരിക്കും, ഭയങ്കര പൈസയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടകളിലൊക്കെ കാണുമ്പോൾ അങ്ങനെ മേടിക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫർ കാണുമ്പോൾ മേടിക്കാറുണ്ട്. അങ്ങനെ ഇന്ന് മേടിച്ചു, പക്ഷെ അത്ര ഫ്രഷ് ഒന്നും അല്ല കേട്ടോ ഐറ്റം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റെം ഇല്ലേ, ഈ ഭാഗം മൊത്തം കട്ട് ചെയ്ത് കളയണം. അത്ര അങ്ങോട്ട് നല്ല ഫ്രഷ് ഐറ്റം ഒന്നുമല്ല. പിന്നെ ബാക്കിയുള്ള ഐറ്റം വെച്ചിട്ട് ഞാൻ വെച്ച് തന്നാൽ പിന്നെ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത് പുറത്തത്തെ ഐറ്റമാണ് ശരിക്കും. നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ അവരുടേതായ രീതിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. നമുക്ക് കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു
മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. നമ്മൾ സാധാരണ പയർ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതാകുമ്പം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വരികയും ചെയ്യും, എന്നാൽ നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി ഇത് ഇങ്ങനെ തന്നെയാണോ ഉണ്ടാക്കിയെടുക്കുന്നത്, ശരിയായ രീതിയിലാണോ ഞാൻ വെക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. എൻ്റെ മോക്കടക്കം ഭയങ്കര ഇഷ്ടം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നീളം പയർ കട്ട് ചെയ്തെടുക്കത്തില്ലേ മെഴുക്കുവരട്ടിക്ക്, അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മലയാളം നെയിം ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി മെഴുക്കുവരട്ടി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ, പക്ഷേ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. അതേപോലെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 8 ചെറിയുള്ളി ഉണ്ടാവും കേട്ടോ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ. ഉള്ളിയുടെയൊക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. ഒരുപാട് അങ്ങനെ ബ്രൗൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന അസ്പാരഗസ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത്. ഇതിന് പകരം എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയേ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ചേർത്തിട്ടില്ല. അതല്ലാതെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ, ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അങ്ങനെ തന്നെ അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. അത് വേകുന്നതിൻ്റെ പരുവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒന്ന് ഉടഞ്ഞു വരും. പിന്നെ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വെന്തിട്ടുണ്ടെന്ന്. ഇതിനധികം വേവൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ ഒരുപാട് സമയമായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടൈമേ എടുക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മാത്രം നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ചെറിയൊരു പുളിയും നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാൻ. ആ എരിവും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. പിന്നെ നമ്മുടെ സാധാരണ ഏത് കറിയുടെ കൂടെ ഇത് ചേരും. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബീൻസ് അല്ലെങ്കിൽ പയറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇനി അടുത്തതായിട്ട് നമ്മുടെ റവ റൊട്ടിയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചിരോട്ടി റവയാണ്. ഭയങ്കര നൈസായിട്ടുള്ള ഒരു റവ ഉണ്ടല്ലോ, അതാണ്. ഇതിൻ്റെ പേര് ചിരോട്ടി റവ എന്ന് പറയും. നിങ്ങൾക്ക് സൂചി റവയാണ് കിട്ടുന്നുണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവേ. അതല്ലാതെ നമ്മുടെ ഈ ബൻസി റവ അതൊന്നും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സൂചി റവ അല്ലെങ്കിൽ ചിരോട്ടി റവ. സൂചി റവ ആണെങ്കിലും ഒന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. ചിരോട്ടി റവ ആണെങ്കിൽ നമുക്ക് നേരിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് റവയ്ക്ക് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഏത് പാത്രത്തിലാണോ റവ എടുക്കുന്നത് അതേ പാത്രത്തിൻ്റെ അളവ് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ 2 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും അതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വറുക്കാത്ത റവയാണ്, ഒട്ടും വറുത്തിട്ടൊന്നുമില്ല. വറുക്കാത്ത റവ വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. എല്ലാം നന്നായിട്ടൊന്ന് കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. മാക്സിമം 1-2 മിനിറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ആ സമയം കൊണ്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് റവയൊക്കെ നല്ല ഇതായിട്ട് കിട്ടിക്കോളും, മാവ് പോലെ ആയി കിട്ടിക്കോളും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം. ഒരുപാടിട്ട് വേവിക്കേണ്ട. ഈ പരുവം കറക്റ്റ് ആയിരിക്കുമേ. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം, അതായത് ചെറിയൊരു ചൂട് വേണം, എന്നാൽ അങ്ങ് തണുത്ത് പോകാൻ പാടില്ല. ആ ഒരു സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിലുള്ള ഒരു ചൂടുണ്ടല്ലോ, അങ്ങനെ ആയിരിക്കണം. ആ സമയത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എത്ര സമയം വേണമെങ്കിലും കുഴച്ചെടുക്കാം കേട്ടോ. അത്രയും നല്ലത്, അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും റൊട്ടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര സമയം എടുത്ത് കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റ് റൊട്ടി കിട്ടും കേട്ടോ. അതാ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയി വരുന്നുണ്ട്. പിന്നെ അഥവാ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എന്നാലും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അഥവാ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ തന്നെയും കുറച്ച് എണ്ണ തേച്ചാൽ മതിയേ. ഇതാ ഇപ്പോൾ കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബൗളായിട്ട് ഉരുട്ടിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടാണ് കേട്ടോ പരത്തുന്നത്. ഇനി ഒരു ബൗളായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് പരത്തിയെടുക്കാം. ചെറിയ ഒരു ഇതായിട്ട് മതി, ചെറിയൊരു റൊട്ടിയായിട്ട് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറുതായിട്ട് എടുത്താൽ മതി ബോൾ. പിന്നെ പരത്തുന്ന എളുപ്പമാണ് കേട്ടോ, അത്ര ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അത് ഇതുപോലെ നീറ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന അരിപ്പൊടിയാണ് പരത്താനായിട്ട്. ഗോതമ്പ് പൊടി എടുക്കാം, പക്ഷേ ഗോതമ്പ് പൊടി ആകുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് സ്റ്റിക്കാവും. അതിനെക്കാട്ടിലും അരിപ്പൊടിയാണെങ്കിൽ ഒട്ടും സ്റ്റിക്കാവില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കോളുവേ. ഇത് അങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ തന്നെ ഒരു സൈഡ് വെന്തതിന് ശേഷം അടുത്ത സൈഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും ചുട്ടെടുക്കുക. നമ്മൾ സാധാരണ ഈ പത്തലൊക്കെ ചുട്ടെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. പിന്നെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. പക്ഷേ നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റവ റൊട്ടി റെഡിയാണ്. അടിപൊളി ടേസ്റ്റ്, ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് റവ റൊട്ടിയുടെ കൂടെ കൊടുത്തു വിട്ടേക്കുന്ന ബീട്രൂട്ട് കുർമയുടെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട്
അരിഞ്ഞേക്കുന്ന ബീട്രൂട്ട് ഞാൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഒരുമിച്ചിട്ടിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. അതായത് മസാലയും എല്ലാം ഒരുമിച്ചിടുകയും ചെയ്യാം, അല്ലാതെ വഴറ്റിയെടുക്കുകയും ചെയ്യാം. രണ്ടായിട്ടും ഉണ്ടാക്കാം. ഞാനിപ്പം വഴറ്റിയെടുക്കുകയാണ് ചെയ്തത്. ഇതായിപ്പോൾ 4-5 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായിട്ട് ബീട്രൂട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ചെറിയ ജാറിലേക്ക് 1/4 കപ്പിലും കുറച്ച് കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കണം. എൻ്റെ ആകെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു 5-8 കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക. ഞാനിവിടെ പട്ട ഒരു 2 കഷ്ണം എടുത്തിട്ടുണ്ടാവും. 3-4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് പോപ്പി സീഡ്സ് ഇല്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇതുപോലെ ആക്കി എടുക്കണേ. ഇനി കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് കടായി ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വരണം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. എന്നാൽ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊരു പിങ്ക് കളറായി വരുമല്ലോ. ആ സമയത്ത് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട്. കാരണം അപ്പോഴേക്കും ഉള്ളി ഒന്ന് നന്നായിട്ട് വെന്ത് വരും. പിന്നീട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയല്ലോ. ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ തക്കാളി ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. അത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. തക്കാളി ഒന്ന് നല്ലതുപോലെ ഉടഞ്ഞു വരണം കേട്ടോ. അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുക്കറിനകത്ത് ഒരുമിച്ചിട്ടിട്ട് ബീട്രൂട്ട് ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെയും ചെയ്യാം. അതല്ല ഇങ്ങനെ സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവേ. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ, ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പേസ്റ്റ് ഒന്ന് കുറുകി വരുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അതായത് ഇപ്പം നമ്മൾ ചേർത്തേക്കുന്ന പേസ്റ്റിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കുറുകി വരും. അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ കറിക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ ജാറ് കഴുകി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിക്ക് എത്ര വെള്ളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ബീട്രൂട്ട് വേവിച്ചത് ചേർക്കണം. അത് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വാട്ടറി ആവും. പിന്നെ ഈ കറി ഇരുന്നാലും കുറുകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേവിച്ച് വെച്ചേക്കുന്ന ബീട്രൂട്ടും ചേർത്തു. എന്നിട്ട് ഫ്രോസൺ ഗ്രീൻ പീസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഫ്രഷ് ഗ്രീൻ പീസ് ചേർക്കുകയാണെങ്കിൽ നേരത്തെ ചേർക്കണം. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗ്രീൻ പീസ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. അതേപോലെ ബീട്രൂട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊട്ടേറ്റോയും ചേർത്ത് കൊടുക്കാം. പക്ഷേ വേറെ വെജിറ്റബിൾസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വെജ് കുർമ ആയി പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വെറും ബീട്രൂട്ട് മാത്രമായിട്ട് ചേർത്തത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ കൂടെ പൊട്ടേറ്റോ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ഗ്രീൻ പീസും ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയിലും കൂടി വിതറി കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് കുർമ റെഡി ആയി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പറ്റിയ സൈഡ് ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.